നമസ്തേ, ഞാൻ ഡോക്ടർ അൻശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. ഇന്ന് നമുക്ക് നോക്കാം മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സകളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 45 മില്യൺ ആൾക്കാർ ഒരു കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഇതിൽ 50% കാരണങ്ങളും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. എന്നാൽ 30% പ്രശ്നങ്ങളും പുരുഷൻ്റെ പ്രശ്നവും കൂടെ കൊണ്ടായിരിക്കും. എന്താണ് പുരുഷ വന്ധ്യതയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാൽ തന്നെയും സെമൻ ഇജാക്കുലേഷനിൽ എന്തെങ്കിലും ഒരു തടസ്സം പോലെ തോന്നുക, അതല്ലെങ്കിൽ അതിൻ്റെ വോളിയം കുറവായിട്ട് തോന്നുക, സെക്ഷൽ ഡിസയർ കുറയുക, അതുമല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ലംബോ മറ്റോ നമ്മുടെ ടെസ്റ്റിക്കിളിൻ്റെ ഏരിയയിൽ ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ. ഇനി പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളൊന്നും നോക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറിയ പങ്കാൾക്കാർക്കും ഉണ്ടാകുന്നത്. അതായത് ഒരുപാട് മദ്യപാനം, അതിലെ പുകവലി, അതല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ അധിക ഉപയോഗം, ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ എക്സ്പോഷർ, പ്രത്യേകിച്ച് ലെഡിൻ്റെയൊക്കെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ, നമ്മളെ എക്സ്റേയുടെയൊക്കെ റേസൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നവർക്ക് ഒക്കെ ഈ ഒരു പുരുഷ വന്ധ്യത ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇതിൻ്റെ മെഡിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പറയുന്നത് വെരിക്കോസിൽ, അതായത് നമ്മുടെ സെമൻ ഡ്രെയിൻ ചെയ്യുന്ന മൈന്യൂട്ട് വെയിൻസിന് എന്തെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ. അടുത്തതെന്ന് പറയുമ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്, പ്രത്യേകിച്ച് HIV, ഗൊണേറിയ, അല്ലെങ്കിൽ എപ്പിഡമിസിനുണ്ടാവുന്ന ചെറിയ ഇൻഫെക്ഷൻ, എപ്പിഡമിസിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. മറ്റൊന്നെന്ന് പറയുമ്പം ഇജാക്കുലേഷൻ ഇഷ്യൂസ്. ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പൈനൽ ഇഞ്ചുറീസ്, അതല്ലെങ്കിൽ കിഡ്നിയുടെ ബ്ലാഡറിന് ഏതെങ്കിലും രീതിയിൽ സർജറി ചെയ്തിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഈ സെമൻ റെട്രോഗ്രേഡ്, അതായത് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് ഇത് നമ്മുടെ യൂറിനിൽ കൂടെ പാസ്സാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെഡിക്കൽ കോസസ്. മറ്റൊന്നെന്ന് പറയുന്നത് ഹോർമോണൽ ഇഷ്യൂസ്, പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട്. മറ്റൊരു വിഷയമാണ് സീലിയാക് ഡിസീസ്, അതായത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, ഗ്ലൂട്ടൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വന്നാൽ പോലും അതൊരു ഡൈജസ്റ്റീവ് ഡിസോർഡറാണ്. അതിൻ്റെ ഫലമായിട്ടും നമുക്ക് ഈ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി കാരണമാക്കുന്നുണ്ട്. പുരുഷ വന്ധ്യതയുടെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. ആയുർവേദം ആദ്യം പറയുന്നത് നിദാന പരിവർജനമാണ്, അതായത് പോസിറ്റീവ് ഫാക്ടേഴ്സിനെ മാറ്റുക എന്നുള്ളത്. അധികമായിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് യോഗ, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ നമുക്ക് ശീലമാക്കാം. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ആഹാരം, എക്സസൈസ്, ഇതും കൂടെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ, പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അധികമായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. ആയുർവേദത്തിൽ ഒട്ടനവധി ഡ്രഗ്സുകളുണ്ട്, അതായത് അശ്വഗന്ധ, ശതാവരി, ഗോക്ഷൂര, മുസ്ലി തുടങ്ങിയ ഒട്ടനവധി മെഡിസിൻസ്. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു രസായന എഫക്റ്റാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് ത്രിദോഷത്തിൻ്റെ ഇംബാലൻസ് എല്ലാം മാറ്റി വാതപിത്ത കഫങ്ങളെ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് പഞ്ചകർമ്മ ചികിത്സകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഹീറ്റൊക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ആ ഹീറ്റ് മാറ്റുക. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് മാറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആയുർവേദത്തിൽ കൊടുക്കുന്നത്. വാചീകരണ ചികിത്സ എന്നുള്ളൊരു ചികിത്സാ സമ്പ്രദായം തന്നെ ആയുർവേദത്തിലുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള വിവിധ തരം മസാജ്, കിഴികൾ, ഞവരക്കിഴി തുടങ്ങിയ ചികിത്സകളൊക്കെ ഈ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിലൂടെയും അത് ശ്രമിക്കാവുന്നതാണ്. ഒപ്പം ഇതിനെപ്പറ്റി ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്തേ.